ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇഗ്നോയിൽ വ്യത്യസ്ത കോഴ്സുകൾക്കായിട്ട് ജോയിൻ ചെയ്ത് ഒരു ഇയർ ഒക്കെ തന്നെ പൂർത്തിയാക്കുന്നവർ അല്ലെങ്കിൽ ഒരു സെമസ്റ്റർ ഒക്കെ തന്നെ പൂർത്തിയാക്കുന്നവർ നിർബന്ധമായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. സോ ഇയർലി ആയിട്ട് എക്സാം വരുന്ന കോഴ്സുകൾക്ക്, ഭൂരിഭാഗം വരുന്ന കോഴ്സുകൾക്കും വർഷത്തിലൊരിക്കലും, ഇനി സെമസ്റ്റർ വൈസ് ആയിട്ട് MBA പോലുള്ള കോഴ്സുകൾക്ക് എല്ലാ സെമസ്റ്റർ കൂടുമ്പോഴും റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയുള്ള ലേണേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു ഹാപ്പി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റീ രജിസ്ട്രേഷൻ ചെയ്യാൻ ഈ ഒരു സൈക്കിളിൽ, ജൂലൈ 2026 സൈക്കിളിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂലൈ 15 ആയിരുന്നു. അത് ഇഗ്നോ നിലവിൽ ജൂലൈ 31 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ്. റീ രജിസ്ട്രേഷനെ പറ്റി അറിയാതെ ഒരുപക്ഷെ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാവാം. അറിഞ്ഞിട്ടും ഒരുപക്ഷെ മറ്റ് കാരണങ്ങളാൽ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയവരുണ്ടാവാം. എല്ലാവർക്കും ഇതൊരു വലിയ അവസരം തന്നെയാണ്. ജൂലൈ 31 വരെ, അതായത് ഏകദേശം 2 വീക്സ് മൊത്തം നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ ആരെങ്കിലും ഒക്കെ തന്നെ റീ രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, ഇഷ്ടം പോലെ സമയമുണ്ട് നിങ്ങളുടെ മുന്നിൽ. ജൂലൈ 31 വരെ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒട്ടും സമയം കളയാതെ അതിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. ഇഗ്നുവിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയ ശേഷം അനൗൺസ്മെന്റ്സ് എന്നുള്ള സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അനൗൺസ്മെന്റ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഈ അടുത്ത് വന്നിട്ടുള്ള അപ്ഡേറ്റ്സും നോട്ടിഫിക്കേഷൻസും ഒക്കെ കാണാൻ സാധിക്കും. അതിൽ ഇപ്പോൾ നിലവിൽ ഏറ്റവും ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാം എക്സ്റ്റൻഷൻ ഓഫ് ദി ലാസ്റ്റ് ഡേറ്റ് ഓഫ് റീ രജിസ്ട്രേഷൻ ഫോർ ജൂലൈ 2026 സെഷൻ എന്നുള്ളത്. സോ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ജൂലൈ 2026 റീ രജിസ്ട്രേഷൻ സൈക്കിളിൽ രജിസ്റ്റർ ചെയ്യാനുള്ളവർക്കായിട്ട് ജൂലൈ 15 ഉണ്ടായിരുന്ന ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ജൂലൈ 31 വരെ ആക്കിയിട്ടുണ്ട് എന്നുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് നിങ്ങളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, റീ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇനീഷ്യൽ അഡ്മിഷൻ എടുത്ത പോലെ തന്നെ ഫീ പേ ചെയ്ത് അതിന്റെ റെസീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്പെസിഫിക് മെയിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് റിസീവ് ആവുന്നുണ്ടാവില്ല. നിങ്ങളുടെ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി റീ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പേയ്മെന്റിന്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ റീ രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും. നിങ്ങളുടെ ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ്ജക്ട്സും അവിടെ ആഡ് ആയിട്ടുണ്ടാവും. അതല്ലാതെ ഒരു സ്പെസിഫിക് മെയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല. അതിന് പകരം സ്റ്റുഡന്റ് പോർട്ടലിൽ കയറിയാണ് നിങ്ങളുടെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു കാര്യം എൻഷുർ ചെയ്യേണ്ടത്. പേയ്മെന്റ് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്യാതെ റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയും ഇല്ല എന്നുള്ളൊരു കാര്യം നോട്ട് ചെയ്യുക. ഇനി പേപ്പേഴ്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ പലപ്പോഴും വരാറുണ്ട്. അതായത് കമ്പൽസറി അല്ലാതെ വരുന്ന പേപ്പേഴ്സ്, കോർ പേപ്പേഴ്സ് അല്ലാത്ത എലക്റ്റീവായി വരുന്ന പേപ്പേഴ്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് സപ്പോർട്ട് ലഭിക്കുന്ന പേപ്പേഴ്സ് ആണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് റീ രജിസ്ട്രേഷനിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം. ഒരു 30 മിനിറ്റ്സ് പോലും പലപ്പോഴും നമ്മൾക്ക് ആവശ്യമില്ല. ഒരു 15 മിനിറ്റ്സിനുള്ളിലൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. സോ എത്രയും പെട്ടെന്ന് തന്നെ ആരെങ്കിലും റീ രജിസ്ട്രേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതിന് ശേഷമുള്ള എക്സ്റ്റൻഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വന്നു എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾക്ക് എന്തായാലും ജൂലൈ 31 വരെ സമയമുണ്ട്. അതിനുള്ളിൽ തന്നെ പരമാവധി റീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇനി ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ലേൺവൈസിനെ വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 41ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺവൈസ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് അറിയേണ്ട വിവരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അക്കാഡമിക്സ് കണ്ടിന്യൂ ചെയ്യുക. സോ ഇതുപോലെ യൂസ്ഫുൾ ആയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ തന്നെയുള്ളൊരു ഇൻഫർമേഷൻ ആണ്. അത് പരമാവധി ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. മറ്റൊരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.